എല്ലാത്തിലും ഗൂഢാലോചന കാണുന്നവർ ശ്രീ മോഹൻദാസ് ജി. അദ്ദേഹം ഒരു ഹിന്ദുത്വ പക്ഷത്തിന്റെ വലിയൊരു ഇന്റലക്ച്വലും ബുദ്ധിജീവിയുമാണ്. എല്ലാത്തിലും അദ്ദേഹം ഗൂഢാലോചന കാണുന്ന ഒരു വ്യക്തിയാണ്. ഇത് അട്ടിമറി തന്നെ, വേറൊന്നുമില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് മോഹൻദാസ് ജിയുടെ ഒരു വീഡിയോ കണ്ടു. അപ്പൊ പോലും ഞാൻ വിചാരിച്ചത് തമ്പനയിൽ ചെയ്യുന്നവൻ അങ്ങനെ പ്രകോപനം കൊണ്ട് ചെയ്തതാണ്. പക്ഷെ ഫുള്ള് ഞാനിരുന്ന് കേൾക്കുകയും മറ്റും ചെയ്യുകയുണ്ടായി. മോഹൻദാസ് ജി പറയുന്നത് ഇത് ടർക്കി, അതായത് പാകിസ്ഥാനി ഖാലിസ്ഥാനി ടർക്കി ഗൂഢാലോചനയാണ് എന്നൊക്കെയാണ്. എനിക്കറിയില്ല ഇതാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റോ എയർ ഇന്ത്യയോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഗൂഢാലോചനയിൽ ആൾക്കാർ പേടിച്ചിരിക്കണം, ഒരു ഭയം ഉണ്ടാകണം, ശത്രു രാജ്യങ്ങൾ നമ്മളെ ഇല്ലാതാക്കാൻ വരുന്നു എന്ന് തോന്നണം, ആരോടെങ്കിലും ദേഷ്യം ഉണ്ടാകണം. ഇത് ലോകത്തിലെ പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മോഹൻദാസ് ജി മാത്രം ചെയ്യുന്ന ഒന്നുമല്ല, എല്ലാ രാജ്യങ്ങളിലെ എല്ലാവരും അല്ലെങ്കിൽ ഈ കടുപ്പമേറിയ നിലപാടെടുക്കുന്നവർ ചെയ്യുന്നതാണ്. ഇരുന്ന് ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കും. എയും ബിയും ഉണ്ട്. എയോട് പറയും ബി നിനക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, ബിയോട് പറയും എ നിനക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, സിയോട് പറയും എയും ബിയും നിനക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, അതുകൊണ്ട് നീ ഇപ്പോഴേ ആദ്യമേ കയറി അടിക്കണം. ലോകത്ത് സംഘർഷം ഉണ്ടാകുന്നത് ഇത്തരം ഗൂഢാലോചനകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ കൊണ്ടാണ്. എല്ലാത്തിനും പിറകിൽ അവരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് വലതുപക്ഷത്ത് നിൽക്കുന്ന പല സഹോദരങ്ങളും വൈകാരികപരമായി ഒന്നിച്ച് കണ്ടോ ഇത് അവർ ചെയ്തത് തന്നെ എന്നൊക്കെ പറഞ്ഞു കളയും. വളരെ വേദനാജനകരമാണ്. അദ്ദേഹത്തെ പോലെ മുതിർന്നൊരു എന്താ പറയണേ ചിന്തകനും അഡ്വക്കേറ്റും ഒക്കെ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് എങ്ങനെ പറയുന്നില്ല, എയർ ഇന്ത്യ പറയുന്നില്ല, അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അന്വേഷണത്തിന് മുമ്പ് തന്നെ അട്ടിമറി തന്നെ, വേറൊന്നും വല്ലെന്ന് പുള്ളി ഉറപ്പിച്ചു. അഹമ്മദാബാദിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ട വിമാനം അഹമ്മദാബാദിൽ തന്നെ തിരിച്ചിറങ്ങി. ബോയിങ് 787-8 ഡ്രീം ലൈനർ, സ്വപ്നങ്ങളുടെ കൊട്ടാരമായിരുന്നു ആ വിമാനം. അത്ര ഫുൾ പ്രൂഫായിട്ട് എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള വിമാനം. ചരിത്രത്തിൽ ഇന്നുവരെ ആ വിമാനം ഒരു അപകടത്തിലും പെട്ടിട്ടില്ല. ആ സീരീസിലുള്ള ഒരുപാട് വിമാനങ്ങൾ ഗൂഢാലോചനയ്ക്ക് ബിൽഡപ്പാണ്, ആകാശത്തിൽ ഓടുന്നുണ്ട്. അവയൊന്നും തന്നെ ഒരിക്കലും ഒരു കുഴപ്പത്തിലും പെട്ടിട്ടില്ല. ബോയിങ്ങിന്റെ പഴയ ടൈപ്പ് വിമാനങ്ങൾ പലതും അപകടത്തിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സീരീസിലുള്ള വിമാനം അപകടത്തിൽപ്പെടുന്നത് ആദ്യമായിട്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ഒരു അപകടം കാണുന്നത്. Success is not about talent. It's not about അപകടം കാണുന്നത്. അതായത് പറന്നു പൊങ്ങിയ വിമാനം തൊട്ടടുത്ത പറമ്പിലേക്ക് അങ്ങനെ ഇറങ്ങി. ഇതാണ് ആ കാഴ്ചയിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. തൊട്ടടുത്ത കോമ്പൗണ്ട് BJ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടാണ്. BJ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ്ങിനും അവരുടെ കോളേജ് ഹോസ്റ്റലിനും ഇടയ്ക്കായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കാണ് പൈലറ്റ് ലക്ഷ്യം വെച്ചതെന്ന് തോന്നുന്നു. അതിന്റെ ഇടയ്ക്ക് താഴെ എങ്ങാനും ഇറങ്ങിക്കളയാം എന്ന് തോന്നുന്നു. ഇത് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. വിമാനം റൺവേയിൽ നിന്ന് പൊങ്ങിയ സെക്കൻഡുകൾക്കകം മേഡേ മെസ്സേജ് വരുന്നു. മേഡേ എന്ന് പറഞ്ഞാൽ അവസാനത്തെ മെസ്സേജാണ്, എക്സ്ട്രീം എമർജൻസി. അതിനാണ് വിമാനത്തിന്റെ ഭാഷയിൽ മേ ഡേ എന്ന് പറയുന്നത്, MAYDAY. അപ്പൊ ക്യാപ്റ്റൻ ഇത് വിളിച്ചു പറഞ്ഞു. കൺട്രോൾ ടവറിൽ നിന്ന് അവർ ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചു. ക്യാപ്റ്റന്റെ ഒരു റിപ്ലൈയും ഇല്ല, ഒന്നുമില്ല. പിന്നെ കാണുന്നത് വിമാനം മെല്ലെ താണ് ഈ മെഡിക്കൽ കോളേജിനെയും ഹോസ്റ്റലിനെയും ഇടിച്ച ഹോസ്റ്റലിന്റെ മെസ്സിലേക്കാണ് ഇടിച്ച് കയറിയത്. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർക്കും കുറേയധികം പേർക്ക് പരിക്ക് പറ്റി, ചിലരൊക്കെ മരിച്ചുപോയി എന്ന് പറയുന്നു. ഏതായാലും 242 പേര് വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. ഒരാള് മാത്രം ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അയാൾക്ക് തന്നെ അറിയില്ല. A സീറ്റിലായിരുന്നു ഇരുന്നത്. ഉച്ചയ്ക്കാണ് സംഭവം. 1:38 വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു. കുറച്ച് സെക്കൻഡുകൾ കൂടെ ഉണ്ട്. 1:39 മേഡേ മെസ്സേജ് വരുന്നു. കൃത്യം 30 സെക്കൻഡിനകം ഇത് താഴെ വീഴുന്നു. വലിയ ശബ്ദത്തോടെ സ്ഫോടനം നടക്കുന്നു. ഏകദേശം 58,000 ലിറ്റർ ഫ്യൂൽ അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. വേണമല്ലോ, നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ് ഇംഗ്ലണ്ടിലേക്ക്. അപ്പോൾ അതിന് മാത്രം ഇന്ധനമൊക്കെ നിറച്ചിട്ടുണ്ട്. 2 എഞ്ചിനുകളുണ്ട്. വാസ്തവത്തിൽ ഇത്തരം വിമാനങ്ങൾ ഒരു എഞ്ചിൻ കൊണ്ട് തന്നെ പറക്കും, ടേക്ക് ഓഫ് ചെയ്യും, ലാൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 100% ബാക്കപ്പാണ് എഞ്ചിൻ എന്ന് ഓർക്കണം. 2 എഞ്ചിനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ 50% ലോഡേ ഉണ്ടാവുള്ളൂ ഓരോ എഞ്ചിനും. ഒരു എഞ്ചിൻ പൂർണ്ണമായിട്ട് സ്തംഭിച്ചാലും മറ്റേ എഞ്ചിൻ എല്ലാ കാര്യവും നിർവഹിച്ചോളും. ഇത്തരം വിമാനങ്ങളിൽ എല്ലാം തന്നെ 2ഉം 2ഉം 3ഉം ഒക്കെ വെച്ചുണ്ടാകും. ഒരെണ്ണം ഫെയിലായാൽ അടുത്തത്, അത് ഫെയിലായാൽ അടുത്തത്. ഇങ്ങനെ എവറിത്തിങ് ഹാസ് ഗോട്ട് എ സ്റ്റാൻഡ് ബൈ. എവറിത്തിങ് ഈസ് ഫുൾ പ്രൂഫ്. എവറിത്തിങ് ഈസ് ഫെയിൽ സേഫ്. ഫെയിൽ ആയാൽ തന്നെ സേഫ് ആയിട്ട് ഫെയിൽ ആവും. നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ തകർന്നു പോകുമെന്ന് വിചാരിക്കരുത്. ഫെയിൽ ആകുമ്പോൾ പോലും അത് സേഫർ സൈഡിൽ ഫെയിൽ ആവും. അതിനാണ് ഫെയിൽ സേഫ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ള വിമാനം മേഡേ മെസ്സേജ് കൊടുത്ത് എന്ത് പറ്റി എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അതിന് മറുപടി പോലും ഇല്ലാതെ ഈ വിമാനം
അങ്ങ് ഇരുന്നു പോകുന്നത് നിങ്ങളെല്ലാം കണ്ടതാണ്. ഞാൻ പുറകുവശത്ത് വെയിറ്റ് കൂടുതലാണെന്നുള്ള ഭാവത്തിൽ മുൻവശം മുന്നോട്ട് പൊങ്ങി ആകാശത്തേക്ക് പൊങ്ങുന്നതിന് പകരം നേരെ റൺവേയിലേക്ക് ഇറങ്ങുന്ന മാതിരി നിലത്ത് ഇടിച്ചങ്ങിറങ്ങി. അനിവാര്യമായത് സംഭവിച്ചു. സ്ഫോടനം നടന്നു. ആൾക്കാരെല്ലാം മരിച്ചു. ഒരാള് ഈശ്വരകൃപയാൽ രക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ സംസാരിച്ചിട്ടില്ല. അയാളുടെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. അവനെവിടെ എന്ന് ചോദിക്കുന്നതല്ലാതെ അയാൾക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഷോക്കിലാണ്. ഞാൻ കഴിഞ്ഞ ഒരു 10 മണിക്കൂറെങ്കിലുമായി ഈ എക്സ്പേർട്സ് ഇറങ്ങുമല്ലോ, ടിവിയിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇന്ത്യൻ ഫോറിൻ പൈലറ്റുമാർ, ഏവിയേഷൻ എക്സ്പെർട്ടുമാർ, സേഫ്റ്റി എഞ്ചിനീയേഴ്സ്, ഇതുപോലത്തെ അപകടങ്ങളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ശീലമുള്ള ആൾക്കാർ, ഇവരുടെ എല്ലാം വിശദീകരണങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ആർക്കും ഒരു പ്രത്യേകിച്ചൊരു വിശദീകരണം തരാനില്ല. കാരണം ഇത്ര മിന്നൽ വേഗത്തിൽ ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു, ഒരു മെസ്സേജ് പോലും കൊടുക്കാൻ പറ്റാതെ, ആസ് ഇഫ് പെട്ടെന്ന് എല്ലാം കൂടെ അസ്തമിച്ചതുപോലെ, കംപ്ലീറ്റ് വിമാനത്തിനുള്ളിൽ ബ്ലാക്ക് ഔട്ട് ആയതുപോലെ. 2 പൈലറ്റുമാരും ഫ്ലൈറ്റ് എഞ്ചിനീയറും ക്രൂ, മറ്റേ യാത്രക്കാർ എല്ലാവരും ഒക്കെ ഉണ്ട്. 625 ഉയരത്തിലേ എത്തിയിട്ടുള്ളൂ. മൊബൈലുകളെല്ലാം തന്നെ സജീവമായിരിക്കും. ഓഫ് ചെയ്യാത്തവരുമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനും ആർക്കും ഒന്നും വിളിച്ചു പറയാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിശയമല്ലേ? 242 മനുഷ്യരുള്ളതിൽ ഒരൊറ്റ ആൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്യാൻ ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇവിടെ ഫോൺ ചെയ്യാൻ ഇതെന്തുകൊണ്ടാണ്? ഇത് വല്ലാത്തൊരു അത്ഭുതമല്ലേ? എവിടെ ഫോൺ ചെയ്യാൻ? ഞാൻ വിചാരിക്കുന്നത് ഇത് ഇലക്ട്രോണിക്കലി മാത്രമേ സാധ്യമാകുള്ളൂ. ഒരു വിമാനത്തിലെ സകല കമ്മ്യൂണിക്കേഷനും ഷട്ട് ഡൗൺ ചെയ്യാൻ, ഇലക്ട്രോണിക്സിൽ ചെയ്യാനായിട്ട് മില്ലി സെക്കൻഡ് മതി. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്. ഒരു സാധനം പ്രവർത്തിക്കില്ല, ഒന്നും പ്രവർത്തിക്കില്ല. വിമാനം ശാന്തമായിട്ട് നിലത്തേക്ക് ഇറങ്ങും. നിലത്ത് മരമെങ്കിൽ മരം, കെട്ടിടമെങ്കിൽ കെട്ടിടം, ഇട്ടിച്ചങ്ങോട്ട് ഇറങ്ങുകയാണ്. റൺവേയിലേക്ക് ഇറങ്ങുന്ന അതേ ലാഘവത്തോടെ ഈ മെഗാനി എന്ന് പറയുന്ന എയർപോർട്ടിന് തൊട്ട് പുറത്തുള്ള കോമ്പൗണ്ടിലേക്ക്, സ്ഥലത്തേക്ക് ഈ വിമാനം ഇറങ്ങും. ഇങ്ങനെ ഇറക്കാൻ ഇലക്ട്രോണിക്സിന് മാത്രമേ സാധ്യമാകുള്ളൂ. മനുഷ്യൻ വിചാരിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോണിക്സ് വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു അട്ടിമറിയാണ് എന്നുള്ള നിഗമനത്തിൽ എത്തുന്നത്. ഒരു ഗൂഢാലോചന സിദ്ധാന്തം വെച്ചിട്ടല്ല, ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. When no other explanation is possible, the only explanation possible is sabotage. നമ്മള് ഓപ്പറേഷൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണെന്നോ അല്ലെന്നോ, എന്ത് ഫെയിലിയർ ആണ്, സബോട്ടാഷ് ആണോ, ഈ സാധനങ്ങൾ എല്ലാം അന്വേഷിക്കുകയാണ്. ഓൾറെഡി ഇത് ആ കോൺസ്പിറസി കാണിക്കാനുള്ള സാധനം. അവരുടെ വീട് കയറി തല്ലി അല്ലെ? വീടിന് മുമ്പിലുണ്ടായിരുന്നത് തല്ലി, വീടിനകത്ത് കയറി തല്ലി, വീടിന്റെ അടുക്കള തല്ലി, വിറക് വരെ തല്ലിയല്ലോ, നശിപ്പിച്ചല്ലോ. ഗർമേ ഗുസ്കെ മാരെങ്കെ. ഇനിയിപ്പോ നിങ്ങൾ ആലോചിക്കുക, നരേന്ദ്രമോദി എവിടെ നിന്നാണ്? ഗുജറാത്തിൽ നിന്നാണ്. അമിത്ഷാ എവിടെ നിന്നാണ്? ഗുജറാത്തിൽ നിന്നാണ്. ഇവരുടെ ഒറിജിനൽ വീട് എവിടെയാണ്? ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനിയിപ്പോ പറയൂ, ആരുടെ വീട് കയറി തല്ലി? ആരുടെ വീട്ടിൽ ആര് കയറി തല്ലി? ആരായിരിക്കും തല്ലുക? ഉറപ്പല്ലേ? പാകിസ്ഥാനല്ലേ? പാകിസ്ഥാനാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളത് ഏകദേശം 99% എനിക്ക് ഉറപ്പാണ്. 1% ഞാൻ പിന്നെയും ബാക്കി വയ്ക്കുന്നത്, ഞാനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ല. ഞാൻ ആ വിമാനത്തിൽ കയറിയിട്ടുണ്ട് പലതവണ എന്നുള്ളതല്ലാതെ അതിന്റെ ടെക്നിക്സോ സംവിധാനങ്ങളോ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ട് ഒരു പൈലറ്റിനോ ഒരു യാത്രക്കാരനോ ഒരു അക്ഷരം മിണ്ടാനുള്ള സമയം കിട്ടാതെ ബ്ലാക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ it should definitely be an electronics operation. Now who could be behind that? Either Pakistan or through Khalistan. Pakistan through Khalistan. Pakistan through Turkey. ടർക്കി എങ്ങനെ വരുന്നു? 12 ദിവസം മുമ്പാണ് ഇന്ത്യൻ എയർലൈൻസ് അല്ല എയർ ഇന്ത്യ അവരുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അഹമ്മദാബാദിൽ ഈ തുർക്കി കമ്പനിക്കായിരുന്നു. ടർക്കിഷ് ടെക്നിക് ഇവർക്കായിരുന്നു. 12 ദിവസം മുമ്പാണ് അവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തു. ഈ ക്യാൻസൽ ചെയ്യും എന്ന് മനസ്സിലാക്കി ഈ തുർക്കി കമ്പനിക്ക് എന്തെങ്കിലും മിസ്ചീഫ് ചെയ്തുകൂടെ? ചെയ്യാമല്ലോ. ഇത് ഡൽഹി ഹൈക്കോടതി പറഞ്ഞതാണ്. സിലിബി എന്ന തുർക്കി കമ്പനിയെ എയർപോർട്ടിൽ നിന്ന് അവരുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു കേന്ദ്ര സർക്കാർ. അവർ ഡൽഹി ഹൈക്കോടതിയിൽ പോയി മിനിമം കാര്യമാണ് അവർ പറഞ്ഞത്. ഞങ്ങളെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് തരണ്ടേ, അടുത്ത 15 ദിവസങ്ങളിൽ താൻ വരണ്ട എന്നല്ലേ പറയേണ്ടത്. എന്നിട്ട് ഞങ്ങൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകും. ഇതല്ലേ അതിന്റെ മര്യാദ? കോടതി തിരിച്ചു പറഞ്ഞു, 15-ാം തീയതി നിങ്ങളെ പിരിച്ചുവിടാൻ പോകുന്നു എന്നറിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും സേഫ്റ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലോ, അതുകൊണ്ട് മുന്നറിയിപ്പ് തരാതെ നിങ്ങളെ പറഞ്ഞു വിട്ടതാണെങ്കിലോ. I am Ankit Nirav, India's top manufacturer. മുന്നറിയിപ്പ് തരാതെ നിങ്ങളെ പറഞ്ഞു വിട്ടതാണെങ്കിലോ എന്ന് തിരിച്ചു ചോദിച്ചു. ആ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. മുംബൈ ഹൈക്കോടതി ഇതേ കേസ് ഈ സെലിബി ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ അവർക്ക് അനുകൂലമായിട്ട് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു, ഇതെന്ത് ഭൂപ്രതിരോടും ഒരു കോൺട്രാക്ട് ഏർപ്പെട്ട് ഒന്നുമില്ല അവരെ പറഞ്ഞു വിടുന്നു.
അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേ ഓർഡർ കൊടുത്ത് പുതിയ ടെൻഡർ വിളിക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ട് രീതിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞതിനകത്ത് ഒരു മെരിറ്റ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപകടകാരിയായ ഒരാളെ നമ്മൾ പിരിച്ചുവിടുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് അയാൾക്ക് കൊടുക്കരുത്. കാരണം ആ അറിയിപ്പ് വെച്ചിട്ട് അയാൾ അപകടം ഉണ്ടാക്കും. അഹമ്മദാബാദിൽ ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് എങ്ങനെ അറിയാം? ഇനി വേറൊരു ഇങ്ങനെ സംഭവിച്ചില്ല അതെങ്ങനെ അറിയാം? പത്വന്ത് സിംഗ് പന്നു എന്ന് പറഞ്ഞൊരു പന്നനുണ്ടല്ലോ, അവൻ അമേരിക്കൻ 6 for Justice യൂട്യൂബിൽ ഒച്ച വെച്ച് ആളെ പേടിപ്പിക്കുക, ഇതാണ് അവന്റെ പണി. അത് 100% എഗ്രി ചെയ്യുന്നു. അമേരിക്ക പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. VIP ആയിട്ടാണ് അമേരിക്ക അവനെ കൊണ്ടുനടക്കുന്നത് കുറെ കാലമായിട്ട്. ആകെ 4-3-7 സിഖുകാർ അവന്റെ കൂടെ ഉണ്ടെന്ന് സംശയമാണ്. അവരുടെ പ്രകടനം ഒന്നും നടത്താൻ നോക്കിയിട്ട് പറ്റിയിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അവൻ ബോൾഡായിട്ട് ഭാരതത്തെ ത്രെട്ടൻ ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷം അവൻ പറഞ്ഞു, ഒരു നവംബർ 19 എന്റെ ഓർമ്മ, ഉന്നീസ് ഇതിലായിരുന്നു, പഞ്ചാബി ഭാഷയിലായിരുന്നു. എനിക്ക് മുഴുവൻ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല, പലതവണ കേട്ടായിരുന്നു. എയർ ഇന്ത്യയുടെ സകല വിമാനത്തിനും ഈ 19 തീയതി ഞങ്ങൾ ബോംബ് വയ്ക്കും, അതുകൊണ്ട് യാത്രക്കാരും എയർ ഇന്ത്യയിൽ കയറരുത് എന്ന് പറഞ്ഞു. 19 തീയതി ശാന്തമായിട്ട് കടന്നുപോയി. എയർ ഇന്ത്യയുടെ സകല ഫ്ലൈറ്റും ഓപ്പറേറ്റ് ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. ബട്ട് ഈ ഒരു ത്രെറ്റ് അവിടെ നിലനിൽക്കുന്നു. അവനെ VIP ആക്കിയിട്ട് അമേരിക്കൻ സർക്കാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊണ്ടു നടക്കുന്നു. കാനഡയുടെയും സപ്പോർട്ട് അവനുണ്ട്, 2 സ്ഥലത്തെയും പാസ്പോർട്ട് അവനുണ്ട്. അവനെ ഇഷ്ടപ്പെടുന്ന, അവനെ പിന്തുണയ്ക്കുന്ന ഖാലിസ്ഥാനികൾ ഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് വാസ് എ ഡിസൈൻ ബൈ പാകിസ്ഥാൻ, എക്സിക്യൂട്ടഡ് ബൈ ഖാലിസ്ഥാൻ, സപ്പോർട്ടഡ് ബൈ ടർക്കി. നിങ്ങൾ ഒരുപാട് തിയറികൾ കേൾക്കുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ എന്റെ ഒരു തിയറിയും കൂടി ഇരിക്കട്ടെ. അപ്പോ ഇതിന്റെ പറ്റുമെങ്കിൽ ഫുള്ള് കാണണം. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നമേ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ കമന്റ് സെക്ഷനിൽ ഞാൻ വെറുതെ നോക്കുമായിരുന്നു. സാറ് പറഞ്ഞത് വളരെ ശരി. ഇപ്പോ ഇതിന് ഭാരതം കൊടുക്കുന്ന മറുപടി ചിലപ്പോൾ എന്നെ പോലുള്ള കോമൺ മാൻ ഒരിക്കലും പെട്ടെന്ന് അറിയാനും പറ്റും പോകുന്നില്ല. ഡീക്ലാസിഫൈ ചെയ്യുമ്പോൾ മക്കൾ അറിയട്ടെ ഭാരതത്തിന്റെ കരുത്ത്. മേ ബി പൊളിറ്റിക്കൽ സബോട്ടാഷ്. ടാറ്റയ്ക്കെതിരെ പ്രക്ഷോഭം തുടങ്ങി, ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരണം. അതായത് ടാറ്റയ്ക്കെതിരെ സ്റ്റുഡിയോയില് TG സാറ് പറഞ്ഞത് 100% വാസ്തവം. ഏറെ പേരും ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെ. ഈ ഗൂഢാലോചനയിൽ വീണ് പോവാണ്, ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ വീണ് പോവാണ്. അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ? ആണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഡേറ്റ ഇല്ല, ഒരു തെളിവില്ല, ഒരു എവിഡൻസ് ഇല്ല. ചുമ്മാ തിയറി ഉണ്ടാക്കാനാണെങ്കിൽ ആർക്കാ ഉണ്ടാക്കാൻ പറ്റാത്ത? അവർക്കൊരു മെസ്സേജ് പോലും അയക്കുന്നതിന് മുമ്പ് അവർ വിമാനം പറന്നു പോകുന്നതല്ലേ? എന്ത് മെസ്സേജാണ്? പറന്നു പോകുന്നതിന്റെ 2-3 സെക്കൻഡ് മുമ്പ് വരെ ആർക്ക് ഇത് താഴ്ന്നു പോകണമെന്ന് അറിയുമായിരുന്നു? അതായത് ഉള്ളിലിരിക്കുന്ന യാത്രക്കാർക്ക്. അപ്പോ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സാധനം, ഒരു പ്രത്യേക പോയിന്റ് എടുക്കുക, ആ പോയിന്റിന് ചുറ്റും ഇങ്ങനെ ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു വലിയ ഇഷ്യൂണ്. അതായത് അടുത്തത് സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ആകാനാണ് സാധ്യത. പാകിസ്ഥാനെ വിട്ടുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ടാറ്റയ്ക്കെതിരെ കമന്റ്സ് ആണ്. പ്രത്യേകിച്ച് ടാറ്റയ്ക്കെതിരെ പടയൊരുക്കം നടക്കുന്ന സാഹചര്യത്തിൽ തുർക്കി അവിടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്തിരുന്നുകൊണ്ട് അവരുടെ പങ്ക് തള്ളിക്കളയാനാവില്ല. നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ വെച്ച് തുർക്കി എത്രയോ കാലമായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ ഒരു പ്രശ്നം വന്നു, അവർക്കെതിരെ ആക്ഷൻ എടുത്തു പോയി. ഇത്തരം കാര്യങ്ങൾക്ക് അപ്പൊ ഇതെല്ലാം ഒരു ഗൂഢാലോചനയിലൂടെയാണ് ചിന്തിക്കുന്നതെന്ന് പറയുന്നതിന് എന്ത് ചെയ്യാനാണോ എന്തോ. ദൈവം ഇവരെ രക്ഷിക്കട്ടെ എന്നല്ലാതെ എന്ത് പറയാനാണ്? യഥാർത്ഥത്തില് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എവിഡൻസ് ഉണ്ടോ, തെളിവുണ്ടോ, ഡേറ്റ ഉണ്ടോ, എംപിരിക്കൽ സ്റ്റഡി ഉണ്ടോ, ഏതെങ്കിലും രീതിയിൽ ഇതിനെ വാലിഡേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ലെങ്കിൽ എന്തും ഇങ്ങനെ പറഞ്ഞൂടെ? ഏത് രീതിയിലും ടാറ്റയ്ക്കെതിരെ ബഹിഷ്കരണം ചില ഇസ്ലാമിക സംഘടനകൾ നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ ടാറ്റ നേതൃത്വം നൽകുന്ന എയർ ഇന്ത്യ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് എന്നൊക്കെ പറഞ്ഞൂടെ? ലോകത്ത് നടക്കുന്ന ആക്സിഡന്റുകളും മറ്റും ഇതിന്റെ മറ്റൊരു രീതിയാണ്. കണ്ടോ, ഇറാനിലെ അവിടെ ഒരു പോർട്ടില് തീ കത്തി, ഭാരതം തിരിച്ചടി കൊടുത്തു കാണും എന്നൊക്കെ പറയും. എന്ത് തരം അഹങ്കാരമാണ്, എന്ത് തരം ഗൂഢാലോചനാ സിദ്ധാന്തമാണ്. ഈ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് പലപ്പോഴും പിന്നീട് പരസ്പര വിരോധവും വിദ്വേഷവും വർഗീയതയും ഒക്കെയായി മാറുന്നത്. അപ്പൊ എന്തായാലും ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ നിന്ന് ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ രക്ഷപ്പെടട്ടെ. ഇപ്പൊ അഫ്രീദിയുടെ കാര്യമൊക്കെ തന്നെ നോക്കിയാൽ മതി. എന്തൊക്കെയായിരുന്നു അഫ്രീദി? പാകിസ്ഥാന്റെ ഗൂഢാലോചനയാണ് മലയാളികളുടെ പരിപാടിക്കൊന്നും കേന്ദ്ര സർക്കാർ അനങ്ങുകയെങ്കിലും ചെയ്തു. ഇവരൊക്കെ ഇത്രയും ബഹളം വെച്ചിട്ട് അഫ്രീദിയുടെ പിന്നിൽ കൊണ്ടുവന്നതിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടെന്ന് തെളിയിക്കാനോ കണ്ടെത്താനോ പോട്ടെ, അന്വേഷിക്കാനെങ്കിലും തയ്യാറായോ? ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ ഇങ്ങനെ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ കുരുക്കിയിട്ട് ഇതിന്റെ എല്ലാം പിന്നിൽ മറ്റവനാണ്, ഏതോ ഒരുത്തൻ ഇതിന്റെ എല്ലാം പിന്നിലുണ്ട്. ഗൂഢാലോചന, ഇതിനെ കോൺസ്പിറസി തിയറികൾ എന്നാണ് പറയുന്നത്. ഈ കോൺസ്പിറസി തിയറികളെ ദൈവം അവർക്ക് അവരുടെ മനസ്സിന് പരിഹാരം കൊടുക്കട്ടെ. എന്ത് പറയാനാണല്ലാതെ ശ്രീ TG മോഹൻദാസിനെ
ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ എനിക്ക് വിയോജിപ്പുള്ളൂ. വ്യക്തിയെ ബഹുമാനമാണ്, ഈ നിലപാടിനെ വിയോജിപ്പാണ്. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇനി ഇതാണ് ഈ രീതിയിൽ എന്തായാലും എനിക്കത് വായിച്ചപ്പോഴേ യഥാർത്ഥത്തിൽ ഒരു വിഷമമാണ് തോന്നിയത്. ആ വിഷമം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ആൾക്കാർ ഇതിൽ പെട്ടുപോവാണ്, എല്ലാത്തിനും പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ദൈവം രക്ഷിക്കട്ടെ.